ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആട്ടോ. നമ്മുടെ വീട്ടിൽ കറിയൊക്കെ അടക്കുന്ന തവിയില്ലേ, ആ തവിയിലാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു സ്മെല്ല് വേണ്ടിയിട്ടാണ്. ഇനി അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതവിടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല, ഏത് റവ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ റവ ഇതിലിട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അതിലോട്ട് 1 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു സ്നാക്സ് കോരി ഒഴിക്കുന്ന ഒരു രൂപമാണ് കിട്ടേണ്ടത്. അപ്പോൾ നല്ലൊരു കട്ടിയായ ഒരു രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ഒരു ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലോട്ടൊരു കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കുക. പാലൊഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതിലോട്ട് 1 സ്പൂണ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല, ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പാൽപ്പൊടിയും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ലൊരു തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു കട്ടി വേണ്ട, നല്ല ലൂസായിട്ടാണ് ഇത് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാല് കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിലൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലാണ് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം തന്നെ യോജിപ്പിച്ച് ഒരു ലൂസാക്കി എടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് ഇവിടെ കിട്ടേണ്ടത്. ഇനി നമുക്ക് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് എണ്ണ നല്ലോണം ചൂടായ ശേഷം ഇതുപോലെ ഒരു തവി എടുത്തിട്ട് ആ എണ്ണയിൽ ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുക. ഇനി മുക്കി കൊടുത്തിട്ട് അതിന് ശേഷം ഇതിലൊരു 1/4 ഭാഗത്തോളം എണ്ണ ഇതുപോലെ ആക്കി വെച്ചിട്ട് നമ്മുടെ മാവില്ലേ അതൊരു ഗ്ലാസ്സിലോട്ടായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണ ചൂടാവുമ്പോൾ ആ തവിയിലോട്ട് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി അതൊരു 10 സെക്കൻഡോളം നമ്മൾ ഈ എണ്ണയിൽ തന്നെ ഈ ഒരു കയ്യിൽ ഇങ്ങനെ മുക്കി പിടിച്ചുകൊണ്ടിരിക്കുക. 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് എണ്ണയിലോട്ടായിട്ട് കൊട്ടിക്കൊടുക്കാം. അപ്പം നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ കയ്യിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ചട്ടിയിലേക്ക് നേരിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ പരന്നും കൊണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുക, നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ അതേ ഒരു രൂപത്തിൽ കിട്ടും. നമുക്ക് ഉണ്ണിയപ്പം ചുടുകയാണെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ, നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അടുത്തത് പാരുമ്പോൾ നമുക്ക് എണ്ണയിലുള്ളത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ വേവാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സ്നാക്സ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കും. അതുപോലെ നല്ലൊരു ടേസ്റ്റുള്ളൊരു സ്നാക്സ് കൂടിയാണ്. ഈ ഒരു ടൈമിൽ മീഡിയം ഫ്ലെയിമിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. അങ്ങനെ ബാക്കിയുള്ളത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഈ സ്നാക്സ് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് കൂടിയാണ്. നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ അതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസുകൾ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.